നമസ്കാരം. ലാലേട്ടനും നിവിൻ പോളിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. മലയാളത്തിന്റെ സൂപ്പർ താരം ലാലേട്ടനും യുവതാരമായ നിവിൻ പോളിയും ആദ്യമായി ഒന്നിച്ചത് റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത കായംകുളം കൊച്ചുണ്ണി എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ്. നിവിൻ പോളി ടൈറ്റിൽ വേഷത്തിലെത്തിയ ഈ ഒരു ചിത്രത്തിൽ ഇത്തിക്കര പക്കി എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിലാണ് ലാലേട്ടൻ അഭിനയിച്ചത്. അന്ന് വൻ ഹിറ്റായി മാറിയ ചിത്രത്തിൽ ലാലേട്ടന്റെ കഥാപാത്രം കേരളത്തിൽ തരംഗമാവുകയും ചെയ്തു. ഇപ്പോഴത്തെ കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം ലാലേട്ടനും നിവിൻ പോളി ടീം വീണ്ടും ഒന്നിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ ടീമിനെ വെച്ചൊരുക്കിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലാണ് മോഹൻലാൽ നിവിൻ പോളി ടീം ഒന്നിക്കുന്നു എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഈ ഒരു വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും സിനിമാ പ്രേമികൾക്കും ആരാധകർക്കും ഇടയിൽ ഇതൊരു വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ചിത്രത്തിന്റെ ജോലികൾ ആരംഭിക്കുമെന്നും പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിനീത് ശ്രീനിവാസന്റെ മനർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് നിവിൻ പോളി സിനിമാ ജീവിതത്തിലേക്ക്. അതിനുശേഷം വിനീത് ഒരുക്കിയ തട്ടത്തിൻ മറയത്ത്, ജേക്കബിന്റെ സ്വർഗരാജ്യം എന്നീ ചിത്രങ്ങളിലും നിവിൻ പോളി അഭിനയിച്ചിട്ടുണ്ട്. ബിഗ് ബാൻ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നോബിൾ ബാബു തോമസ്, മെറിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യവും ചേർന്നായിരിക്കും ലാലേട്ടൻ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ ചിത്രം നിർമ്മിക്കുന്നതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ലാലേട്ടൻ നിവിൻ പോളി ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.